എന്തെങ്കിലും പറയൂ. നല്ല രീതി പറയും. ഒന്നും കൂടി ഗുമ്മായിട്ട് പറയും. ഗുമ്മായിട്ട് പറയും. അങ്ങനെ നമ്മുടെ ജിഷിൻ ബ്രോയിനെ വിളിക്കാൻ നമ്മൾ പോവുകയാണ്. സൽമാനുണ്ട്, ഞങ്ങൾ വിളിക്കാൻ പോവാണ്. പ്രേതത്തിനെ പോലെ പോണേ കണ്ട. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ജിഷിൻ ബ്രോയിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ അമ്മയ്യ. എന്താ ഫീൽ? കൊറേ ദിവസത്തിന് ശേഷം. കൊറേ ദിവസമല്ല, കറക്റ്റ് 30 ദിവസം. ഒരു മാസം നിന്നു. ഒരു മാസം കറക്റ്റ്. കഴിഞ്ഞ മാസം 29-ന് കയറി, ഈ മാസം എന്താ 29-ന് ഇറങ്ങി. അപ്പം സന്തോഷമുണ്ട്. ഈ ഒരു മാസം നമ്മൾ നിന്നു. ജിസ്റ്റേനെ കുറിച്ചിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അത് മാറിയിട്ടുണ്ട്. നെഗറ്റീവ് ചിന്താഗതികൾ മാറിയിട്ടുണ്ടാകണം. മറ്റുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല അയാള്. അത് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിന്ന് അത്രയും ദിവസം ആരിനെ ഹേർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് നല്ല അഭിപ്രായവും കൊണ്ടാണ് ഇറങ്ങിയത്. പുള്ളിക്ക് കിട്ടിയ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഭയങ്കര ഒരു മൈൻഡ് കൺട്രോൾഡ് മനുഷ്യനല്ല, ഭയങ്കര ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹാപ്പിയാണ്. നിന്ന് അത്രയും ദിവസം ആരെയും ദ്രോഹിക്കാതെ പുറത്തിറങ്ങില്ല. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അത്രയും മതി. കൊറേ ദിവസമായിട്ട് കാണാതിരുന്നിട്ട് ഡ്രസ് ഇട്ടിട്ട് വന്നേക്കാം. അല്ല, ഇത് അറേഞ്ച്ഡ് അല്ല, അറിയാതെ റെഡ് ആയി അങ്ങനെ തുള്ളിച്ചാടി സന്തോഷവതിയായിട്ട് നമ്മുടെ അമ്മയെ ജിഷിൻ ബ്രോയിനെ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പുണ്ട് നമ്മുടെ പ്രവീൺ ബ്രോ വരുന്നുണ്ട്. അങ്ങനെ പ്രവീൺ ബ്രോ പറഞ്ഞു. മീഡിയക്കാരുടെ ബഹളമാണ്. അങ്ങനെ എൻ്റെ കെട്ടി വന്ന് ജിഷിൻ ബ്രോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഒന്നും തള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ വണ്ടി കയറി. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. മീഡിയക്കാരുടെ ഇടയിൽ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ട് നമ്മൾ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല കുട്ടികളെ, ഇത് നിങ്ങൾക്ക് പാർക്ക് ചെയ്ത് കളിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ദയവായി നിങ്ങളിവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് വേറെ സ്ഥലത്തോട്ട് മാറി. കുറച്ച് ശുദ്ധവായുവൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. നമ്മുടെ ബിഗ് ബോസിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, കിടക്കല്ലേ ഇങ്ങനെ നേരത്തെ പിടിച്ച്. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. കുറച്ച് കഴിയുമ്പോണ്ട് തകർപ്പൻ മഴ. പിന്നെ ഞങ്ങളങ്ങനെ വിചാരിച്ചു എയർപോർട്ടിൽ നല്ല രീതിയിൽ ഡാൻസ് ചെയ്ത് വരവേൽക്കാമെന്ന് വിചാരിച്ച ജിഷിൻ ബ്രോയിനെ നമ്മുടെ മീഡിയക്കാരൊക്കെ കൂടി വളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ അങ്ങനെ വല്ല ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ നല്ല മണം വരുന്നു. ഞങ്ങളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോഴേ അത്ര എന്ത് നല്ല സ്മെല്ല്. അത് ഇവിടെ നിന്ന് കുറച്ച് അത്രയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും വീട്ടിൽ പോയി. ഇനി പോയി കിടന്നുറങ്ങണം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ.